ദീപു രവതിച്ചിരിക്കുകയാണ്. ദീപു, ആശാവർക്കർമാരുടെ സമരം വേറൊരു തലത്തിലേക്ക് കടക്കുന്നു. വലിയ പിന്തുണ കിട്ടുന്നു. പ്രതിപക്ഷത്തിന് ഉൾപ്പെടെയുള്ള പിന്തുണ ലഭിച്ചതോടുകൂടി അത് ഓരോ ദിവസവും ശക്തിയാർജിക്കുകയും സർക്കാരിനെ പ്രതികൂട്ടിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അധിക്ഷേപങ്ങളും പരിഹാസവുമായി നേതാക്കൾ രംഗത്തെത്തുന്നത്. ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം പിന്തുണയും പരിഹാസവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? CPI ഉൾപ്പെടെ പിന്തുണ. അഭിലാഷ, ഈ സമരം എന്ന് പറയുന്നത് അതിന് രണ്ട് തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒന്ന്, പ്രധാനമായിട്ടും ഈ സമരം ഇന്ന് 17 ദിവസമാണ് മുന്നോട്ട് പോകുന്നത്. 17 ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയോടെ കൂടിയ ഒരു സമരമല്ല. ആശാവർക്കർമാർ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ, സമരസമിതി എല്ലാം തന്നെ സമരം മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ CPM നേതാക്കൾ അതിനെ അധിക്ഷേപത്തിന്റെ പാതയിലേക്ക് പോയതോട് ആദ്യം പാട്ട സംഘടനകൾ എന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ ഈർക്കിലി സംഘടനകൾ എന്ന് പറയുന്നു. അവിടെയാണ് CPM നേതാക്കൾ അധിക്ഷേപം കൂടുതൽ ചൊരിഞ്ഞ സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ രണ്ട് തട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ UDF-ന്റെ പിന്തുണ വന്നിരിക്കുന്നു. ഈ സമരം പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് UDF-ന്റെ നേതാവ് VD സതീശൻ പറയുന്നു. ഒപ്പം തന്നെ ആനി രാജ, CPI നേതാവ് ആനി രാജയും മഹിളാ ഫെഡറേഷനും ഒക്കെ തന്നെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ എത്രത്തോളം CPM അതിനെ അധിക്ഷേപിക്കുന്നോ, CITU അധിക്ഷേപിക്കുന്നോ, അതേ തലത്തിൽ തന്നെ മറുഭാഗത്തു നിന്നും വലിയ ബഹുജന പിന്തുണ ലഭിക്കുന്നുണ്ട്. ആ ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കൾ ഇവിടെയുണ്ട്. രണ്ട് തലത്തിലേക്ക് നിങ്ങൾ രാഷ്ട്രീയത്തിൽ തുടങ്ങിയതല്ല, പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പ്രതിപക്ഷം പറയുന്നു സമരം പൊളിക്കാൻ അനുവദിക്കില്ല, പിന്തുണയ്ക്കുമെന്ന്. CPM CITU പറയുന്നു ഈർക്കിലെ സംഘടനകൾ സമരത്തിലേക്ക് പോവുകയാണെന്ന്. എന്താണ് ഈ സമരത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? CITU സമരത്തിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എല്ലാ ആശാവർക്കും പണിയെടുക്കുന്നവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതല്ലേ നല്ലത്. അവരും സമരം ചെയ്യട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് സമരം അങ്ങനെ പൊളിയാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ സമരം തുടങ്ങിയത്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയത്. വിജയിക്കുന്നത് വരെ സമരവും ഞങ്ങളിവിടെ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പം ഇന്നലെ NHM ഡയറക്ടർ സമരം ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിയല്ലോ. അതൊന്നും കണ്ട് ഒരാളും ഭയപ്പെട്ടിട്ടില്ല. മറിച്ച് സമരം സംസ്ഥാനം ഒട്ടാകെ കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നേരെ ഉണ്ടാകുന്ന പരിഹാസങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഞങ്ങൾ അതിനെ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾ വളരെ തീവ്രമായിട്ട് തന്നെ നമ്മുടെ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ സമരം പൊളിക്കാൻ ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന്, CITU-ന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പലതരത്തിലുള്ളത് സമരം തുടങ്ങിയപ്പോൾ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പൊളിയത്തില്ലല്ലോ ശരിയായിട്ടുള്ള സമരം. യഥാർത്ഥത്തിലുള്ള സമരമാണെങ്കിൽ, ആ ന്യായമായ ഡിമാൻഡ് നേടിയെടുക്കാൻ ഉറച്ച് തീരുമാനിച്ച് വന്ന സമരമാണെങ്കിൽ ഒരാൾ പൊളിക്കാൻ ശ്രമിച്ചാൽ അത് പൊളിയത്തില്ല. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കെല്ലാം കാണാമല്ലോ, ഓരോ ദിവസവും ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ വ്യത്യസ്തത. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ ഇപ്പം ഭരിക്കുന്ന സംഘടനയിലെ ഏറ്റവും പ്രമുഖ സംഘടന ഒഴിച്ച് ബാക്കി എല്ലാവരും. ഇന്നലെ CPI-യുടെ C ദിവാകരനും ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ, ആനി രാജ അടക്കമുള്ള ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടു. വനിതാ കമ്മീഷൻ അധ്യക്ഷയും ഈ സമരം ന്യായമാണ്, അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് CPI-യുടെ ട്രേഡ് യൂണിയനും നമ്മുടെ സമരത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പത്രപ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു പിന്തുണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും, ബഹുജന പ്രസ്ഥാനങ്ങളിൽ നിന്നും, സാമുദായിക സംഘടനകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ആരൊക്കെയാണ് പിന്തുണച്ചുകൊണ്ട് വരുന്നത്. ഇപ്പതേ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ അസോസിയേഷൻ അവർ കൊണ്ട് തന്ന വെള്ളമായിരിക്കുന്നത്. ഈ വെള്ളം ഇന്നലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുടിവെള്ളവും മറ്റു കാര്യങ്ങളും തന്നിട്ട് പോയി. ഇന്നൊരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇന്നലെ സീനിയർ സിറ്റിസൺസിൻ്റെ 10, 80, 85 വയസ്സുള്ള മനുഷ്യർ ഇവിടെ വന്നിന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരെ ഇതുപോലുള്ള ഒരു സമരം ഈ കേരളം കണ്ടിട്ടില്ല, ഇതുപോലൊരു തൊഴിലാളി സമരം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം പരാജയപ്പെടരുതെന്ന് വിചാരിച്ച് ഈ സമൂഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിജയിച്ചിട്ടേ പോകത്തുള്ളൂ. തീർച്ചയായിട്ടും പറഞ്ഞ വാക്കുകൾ കേട്ടു. വിവിധ തരത്തിലുള്ള പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. ധാരാളം ആശാ വർക്കർമാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെയാണ്, കൊട ചൂടിക്കൊണ്ടുവരെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടുന്ന് വന്നാണ്? ഞാൻ വിഴിഞ്ഞ CHC വരുന്നത്. എൻ്റെ പേര് ജയകുമാരിയാണ്.
ഞാനൊരു ക്യാൻസർ രോഗിയെ അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ 18 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കോവിഡിന്റെ വൈറസുകളാണ്. ഞങ്ങൾ കോവിഡ് കാലത്തെ വൈറസായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ ആൾക്കാർ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാത്ത സമയത്ത് ഞങ്ങൾ വീടാന്തരവും ഇറങ്ങിക്കറി മരുന്നും ഗുളികയും കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ പോലും ഞങ്ങൾക്ക് ലോഷൻ ഉപയോഗിച്ച് കുടിച്ചും കൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കയറുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണമല്ല വലുത്, ഞങ്ങൾ ആ ജനങ്ങളെയാണ് ഞങ്ങൾ സേവിച്ചത്. ആ ക്യാൻസർ വന്ന സമയത്ത് എൻ്റെ വാർഡിലെ ആൾക്കാർ മൊത്തവും എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകളാണ് എനിക്ക് കൊണ്ട് തന്നത്. ഞങ്ങൾ ചെയ്ത ആ പ്രതിഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവരുടെ സ്നേഹം കാണണം. ഞങ്ങൾക്ക് ഇന്ന് ഉറക്കത്തിൽ കിടന്നും കൊണ്ട് പറഞ്ഞാൽ മതി, ഒരു വീട്ടിലെ അഡ്രസ്, ഒരു പേര്, വീട്ടു നമ്പര് എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഉറക്കപ്പായിൽ നിന്നും കൊണ്ട് ഞങ്ങൾ പറയും. മന്ത്രി വീണ ജോർജോ, പിണറായി വിജയനോ മുഖ്യമന്ത്രി ഇരിക്കണ അയാൾ പറയട്ടെ ഒരു വീട്ടിലെ വീട്ടു നമ്പര്. ഒരു കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം അറിയുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ വിളിച്ച് അവർ പറയല്ലോ, ഞങ്ങൾ അന്വേഷിച്ച് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഓരോ വാക്സിൻ അമ്മയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾ എടുക്കേണ്ട അതാത് സമയത്തുള്ള വാക്സിൻ അപ്പോഴപ്പോഴും വിളിച്ചു പറയും. അവര് ചോദിക്കും, ഞങ്ങൾ ചിലപ്പോൾ വിട്ടുപോവേണ്ട പറയാം, നമ്മളെ വിളിച്ചില്ല. ഞാൻ പറയും ഉടനെ സോറി പറഞ്ഞ് വീണ്ടും ആ രംഗത്ത് ഓട്ടോ പിടിച്ചെങ്കിലും ഞങ്ങൾ ആ സ്ഥലത്തെത്തിക്കും. സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? സർക്കാരെ പൊളിച്ചാൽ ഞങ്ങൾ പൊളിയില്ല. ഞങ്ങൾ കാലാൾപ്പടയാണ്, കോവിഡ് പോരാളികളാണ്. കോവിഡിനെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ സർക്കാരിൽ നിന്ന് വിജയം കണ്ട് ഈ മണ്ണിൽ നിന്ന് പോവുള്ളൂ. ഇതാണ് അവരുടെ വികാരം. കാരണം അത്രത്തോളം അവരിതിനകത്ത് നമുക്കറിയാം, ആഹാരം പോലും അവരിവിടെ പാചകം ചെയ്ത് ഇവിടെ തന്നെയാണ് അവർ ആഹാരം കഴിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടെ തന്നെ ആഹാരം കഴിച്ച് പോകുന്നു. എത്ര ദിവസമായി വന്നിട്ട്? ഞാൻ 8 ദിവസമായി. ചേച്ചി വന്നിട്ട് 2 ദിവസമായി. ഇപ്പൊ 17 ദിവസമായല്ലോ. ഇപ്പൊ ഈ വെയിലും മഴയും എല്ലാം കൊണ്ടിവിടെ നിൽക്കുകയാണ്. 17 ദിവസമായി രാപകലില്ലാതെ ഈ തെരുവിൽ കഴിയുന്നു ഞങ്ങളെ വീട്ടമ്മമാര്. ഇതിന്റെ നേരെ ആരോഗ്യമന്ത്രിയും ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും കണ്ണടച്ചിരിക്കുകയാണ്. എന്ത് ഭരണമാണ്, എന്ത് നേതാക്കന്മാരാണ്, എന്ത് മന്ത്രിമാരാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലല്ലോ. ഒന്ന് വീണ ജോർജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു വനിതയാണ്. എന്നിട്ട് ഞങ്ങൾ എന്തിനിവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ആവശ്യം എന്താണ്, ഒരു വാക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സ് ഈ സ്ത്രീ ഹൃദയത്തിന് ഇല്ലാതെ പോയതല്ലോ. ഇത് എന്തുമാത്രം വലിയ കഠിന ഹൃദയമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വിലപിക്കുവാണ്. ഞങ്ങൾ ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ 17 ദിവസം പിന്നിടാമെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഞങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും വീട്ടിലേക്ക് പോകില്ല. ഇത് നേടിക്കൊണ്ടേ പോകും. ഇവിടുന്ന് തിരിച്ചു പോവില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ പിന്തുണയ്ക്കൊപ്പം ഉണ്ട്. പിന്തുണയ്ക്കൊപ്പം ഞങ്ങൾ തിരിച്ചു പോലെ ഞങ്ങൾ അവകാശങ്ങൾ നേടാതെ ഞങ്ങൾ തിരിച്ചു പോലെ സാർ. ഞങ്ങൾ ഇന്ന് 17 ദിവസമായി ഇവിടെ വന്നിട്ട്, എന്നിട്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഈ പൊരി വെയിലത്ത് എന്നിട്ട് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി ആയിട്ടില്ല. ഞങ്ങൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. ഇനി ഞങ്ങളുടെ ഇതിലെ ആരെങ്കിലും ഒരാളെ മരിച്ച് കണ്ടാലേ അവർ സമാധാനമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ ഈ കഷ്ടപ്പെടുന്നതാണ്. ഈ വെയിലത്ത് അത്രയും കോവിഡ് സമയത്ത് നമ്മളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേറെ ആരുണ്ടായിരുന്നു? നമുക്ക് അതിൽ നമുക്കൊരു പേടിയില്ലായിരുന്നു കോവിഡ് വരുന്നത്. പക്ഷേ ഞങ്ങളും അതിൽ പ്രവർത്തിച്ച് ഞങ്ങൾക്കും കോവിഡ് വന്നു. എന്നിട്ടും ഈ ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന സാധനത്തിൽ എന്തുകൊണ്ടെന്നാൽ നമ്മൾ അതുപോലെ അവരെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നത്. എൻ്റെ ഏരിയയിൽ ഒരു അമ്മ വരെ ഉണ്ട്, ആലപ്പുഴയിലെ അമ്മ അവിടെ വന്നിരുന്നത്. ആ അമ്മയ്ക്ക് കോവിഡ് വന്നപ്പോൾ ആ വീട്ടിലെ അമ്മ കയറ്റത്തില്ല. കാരണം എന്തെന്നറിയാവോ, അവർക്ക് പേടി, അവരെയും പറയാൻ പറ്റില്ല, അവർ വയസ്സായി. അങ്ങനെയുള്ള അമ്മയെ ഒരു സ്ഥാനത്താക്കിയിട്ടാണ് നമ്മൾ സംരക്ഷിച്ചത്. ഇന്നും എന്നെ മാസത്തിലൊരിക്കൽ അമ്മ വിളിക്കും. എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രത്തോളം എന്നെ അവരും നമ്മളോട് കാണിച്ച ആ ഒരു അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ സമരം വിജയിച്ചിട്ടല്ലാതെ ഇവിടെ നിന്ന് മടങ്ങി പോവുകയില്ല. ഇനി എന്തൊക്കെ വിചാരിച്ചാലും ശരിയാണ്, ഞങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കും. മടങ്ങി ഞങ്ങൾക്ക് വിജയം കാണാതെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവില്ല. അഭിലാഷ്, ആ വാചകങ്ങൾ നമ്മൾ കേൾക്കുന്നു, ഇവരുടെ നിശ്ചയദാർഢ്യം നമ്മൾ കാണുന്നു. വെയിലത്ത് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തന്നെ ആഹാരം പാചകം ചെയ്ത് ഇവരുടെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ കാണുന്നത്. UDF അതിനകത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നമുക്ക് UDF നിങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട്. ഞങ്ങൾ UDF അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷികളുമല്ല. ഞങ്ങൾക്ക് ആര് പിന്തുണ അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആരുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഇത് തൊഴിൽ ആയി അംഗീകരിക്കുക, ഇത് തൊഴിലായിട്ട് അംഗീകരിക്കുക. ഞങ്ങൾക്ക് 21,000 രൂപ സാലറിയായി തന്നു സ്ഥിര നിയമനം നടത്തുക, വിരമിക്കൽ ആനുകൂല്യം തരിക, അതുപോലെ പെൻഷൻ തരിക. പിന്നെ അതുപോലെ ഗവൺമെൻറ് കീഴിലുള്ള എല്ലാ
ഹോസ്പിറ്റൽ ആനുകൂല്യങ്ങളും ഞങ്ങൾ ആശാവർക്കർമാർക്ക് തരിക. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു ആനുകൂല്യമില്ല. 24 hours ഞങ്ങൾ വർക്ക് ചെയ്യണം. ഒരു ദിവസം പോലും ഞങ്ങൾ അവധിയെടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഓണമായാലും എന്ത് ആഘോഷമായാലും നിങ്ങൾ 24 hours ഫീൽഡിൽ പോവുക. ഏത് പാതിരാത്രി നിങ്ങളോട് എന്ത് ഡീറ്റെയിൽസ് ചോദിക്കുന്നോ അത് നിങ്ങൾ തരണം ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് റെസ്റ്റ് പാടില്ല, സാലറി ഇല്ല, ഔദാര്യമാണ് തരുന്നത്. ഞങ്ങൾക്ക് ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണിത്. സമൂഹത്തിന്റെ വലിയ പിന്തുണ ഇപ്പൊ കിട്ടുന്നുണ്ട് നിങ്ങൾ സമരത്തിൽ? കാരണം ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും ഞങ്ങളുടെ കോവിഡിന്റെ സമയത്ത് ഒരു 8% ഓക്സിജൻ മാത്രം ഉണ്ടായിരുന്നു. 32 വയസ്സായ ഒരു പയ്യന് 8% ഓക്സിജനേ ഉള്ളൂ. ഞങ്ങളുടെ ആംബുലൻസിന് വേണ്ടി കാത്തുനിന്നു. ഇവിടെ മെഡിക്കൽ കോളേജിലും എല്ലാം പോയിട്ട് ആ ആംബുലൻസ് നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ട് കയറിയത്. അവസാനം അതിന് ഷോക്കാസ് നോട്ടീസ് വരെ എനിക്ക് തന്നു. കാരണം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇത് ജില്ല വിട്ട് പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ ഇതിൽ ഞാൻ എഴുതി തരാം. കാരണം അന്ന് ഞാൻ രക്ഷിച്ചത് 32 വയസ്സുള്ള ഒരു പയ്യനെയാണ്. ഇവര് പറയുന്നു 13,200 രൂപ ഞങ്ങൾക്ക് ശമ്പളം തരുന്നു. ഇതാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പ്രദർശിപ്പിക്കുക. ഇതിൽ എന്ത് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മലേറിയ പരിശോധന നടക്കുന്നില്ല, ഉപ്പ് പരിശോധന ഇത് നടക്കുന്നില്ല. ഗർഭിണികളെ എപ്പോഴാണ് ഒരു വർഷത്തിൽ എത്ര ഗർഭിണിയെ ഞങ്ങൾക്ക് കിട്ടും? അതും എല്ലാ പേരും സ്വകാര്യ ആശുപത്രികളിലാണ്. 300 രൂപ ഗ്രാമീണ പ്രദേശങ്ങളിൽ, 200 രൂപ നഗരപ്രദേശങ്ങളിൽ. എത്ര പ്രസവം നടക്കും ഒരു വർഷത്തിൽ? പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ 13,200 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത്? ഒരു ദിവസം 40 വീട് ഞങ്ങൾക്ക് എങ്ങനെ ഈ വെയിലത്ത് ഞങ്ങൾ 40 വീടിന് സേവനം കൊടുക്കും? അപ്പൊ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഈ 10 ക്രൈറ്റീരിയ അവരിപ്പോ പിൻവലിച്ചു എന്ന് പറയുന്നു. ഓർഡർ വന്നിട്ടില്ല. ഈ 10 ക്രൈറ്റീരിയ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് 700 രൂപയാണ് ഇവർ കുറയ്ക്കുന്നത്. 700 രൂപ. നിങ്ങൾ വിശ്വസിച്ച സർക്കാർ നിങ്ങളെ കേൾക്കാത്തതിൽ വിഷമമുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും വിഷമമുണ്ട് സാർ. നമ്മൾ ഞങ്ങളുടെ വോട്ടിട്ട് ജയിപ്പിച്ച ആൾക്കാരാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ആ ബഹുമാന്യര് ഞങ്ങളുടെ ആ മാനസികാവസ്ഥ കാണാത്ത വളരെയേറെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അത് അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അഭിലാഷ്, അവരവരുടെ വേദന പങ്കുവെച്ചു കഴിഞ്ഞു. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സമരത്തോട് സർക്കാർ ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ആ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം മാറി അവരുടെ ആവശ്യങ്ങൾ സർക്കാർ കേട്ടുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ അവരിവിടെ തുടരും എന്നുള്ള സമീപനമാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ട് തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ പോകുന്നു. LDFും ഒപ്പം തന്നെ LDFിനകത്ത് തന്നെ പൂർണ്ണമായിട്ടും ഉള്ള ഒരു എതിർപ്പ് ഇവരോടില്ല. CPI ആകട്ടെ ആനി രാജ ഇന്ന് ഡൽഹിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പ്രതികരണം നടത്തി കഴിഞ്ഞു. ഇടതുപക്ഷ സംഘടനകൾ വ്യാപകമായിട്ട് CPM ഒഴികെയുള്ള പല സംഘടനകളും ഇവർക്ക് പിന്തുണ അർപ്പിച്ചെത്തി. രാവിലെ RSP നേതാക്കൾ ഇവിടെ എത്തി, കോൺഗ്രസിന്റെ നേതാക്കൾ എത്തുന്നുണ്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി. സർക്കാരിന് എത്ര കാലം ഇതിനകത്ത് ഇർക്കിലി സംഘടനകളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ടപറക്കി സംഘടനകളാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ആശാ വർക്കർമാർ നയിക്കുന്ന സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ സമരത്തെ എത്ര കാലം കാണാതിരിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ചർച്ചയുണ്ടാവുക. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് പരിഹാരം കണ്ടുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പോകണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവർ കരുതുന്നത് പോലെ ഈ സമരം പൊളിഞ്ഞു പോയി അവസാനം സർക്കാർ വിജയിക്കുമെന്നൊരു തോന്നൽ സർക്കാരിനുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ തെറ്റിപ്പോകാനുള്ള സാധ്യത സർക്കാരും CPMഉം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, ശരി, തീർച്ചയായും മറ്റൊന്നും അധികം കമന്റുകളുടെ ആവശ്യമില്ല ദീപു. അവരുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ മാത്രം മതി. എത്രത്തോളം തീവ്രമായ വിഷമത്തിലാണ് സമരം ഇപ്പോൾ 17ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതും ആ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ദീപു രേവതിയാണ് വിവരങ്ങൾ നൽകിയത്.